എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് നാട്ടിലായിരുന്നു. ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് ഈ വ്യക്തി എനിക്ക് നല്ല ഒരു പണി തന്നു ഗൈസ്. ഞാൻ നാട്ടിൽ പോയ സമയത്ത് ഹണീനെ നോക്കിയിരുന്നത് എൻ്റെ നൈബറാണ്. പിന്നെ ഇവിടെ വീട്ടിൽ CCTV ഉണ്ട്. അപ്പം ഞാനും CCTVയിൽ ഇടയ്ക്ക് നോക്കും. അപ്പോൾ എൻ്റെ നൈബർ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയൊക്കെ വന്നിട്ട് ഹണീനെ നോക്കാറുണ്ട്. പക്ഷെ ഹണി എനിക്കൊരു പണി തന്നു. അതായത് ഞാൻ നാട്ടിൽ പോയല്ലോ ഹണിനെ കൊണ്ടുപോകാണ്ട്. അപ്പോൾ അതിൻ്റെ ദേഷ്യത്തിൽ ഹണി എനിക്കൊരു അസൽ പണി തന്നു ഗൈസ്. ആ പണി എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ആ പണി. ഇതാണ് എൻ്റെ ഡ്രസ്സിങ് റൂമിലെ സോഫ. ഈ സോഫ ഹണി മാന്തി പറിച്ച് വെച്ചേക്കാണ്. എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ? ഹണിക്ക് ആവശ്യം വരുമ്പോൾ മാന്താൻ വേണ്ടി ഞാൻ ഈ സംഭവങ്ങളൊക്കെ വീട്ടിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് പുള്ളിക്കാരത്തേക്ക് ഇഷ്ടമുള്ളപ്പോൾ മാന്താം, നെയിൽ ട്രിം ചെയ്യാൻ തോന്നുമ്പോൾ ഒക്കെ ചെയ്യാം. പക്ഷെ അവിടെ ഒന്നും ചെയ്യൂല. അവിടെയൊക്കെ ഓൾറെഡി ചെയ്ത് നശിപ്പിച്ച് വെച്ചേക്കാണ്. കണ്ടോ? ഇത്രയൊക്കെ ചെയ്ത് വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ പാവത്തിനെ പോലെ ഇരിക്കണുണ്ടോ? അപ്പം നമുക്ക് തിരിച്ചൊരു പണി കൊടുക്കണ്ടേ? വാ. ഇതാണ് ഗൈസ് ഹണിയുടെ ട്രാവൽ ബാഗ്. ഈ ബാഗ് ഞാൻ എടുക്കുമ്പോൾ തന്നെ ഹണിക്കറിയാം എന്തോ ഒരു പണി വരുന്നുണ്ട് എന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ബാഗ് എടുത്തതിൻ്റെ പേരിൽ ആള് കൂട്ടിൽ ഒളിച്ചിരിക്കുകയാണ്. ഇനി ഞാൻ എന്തൊക്കെ ചെയ്താലും, എന്തൊക്കെ ഫുഡല്ല എന്തൊക്കെ കൊണ്ടുവച്ചാലും ആൾ പുറത്തേക്ക് ഇറങ്ങി വരില്ല. സോ നമുക്ക് ആളെ പുറത്തേക്ക് എടുക്കാം. ഹണിക്ക് ഈ ബാഗിൽ കയറാൻ ഭയങ്കര മടിയാണ്. ഈ ബാഗ് കാണുമ്പോൾ തന്നെ ഹണിക്ക് അറിയാം എന്തോ പണി വരുന്നുണ്ട്, എവിടെയോ പോകാൻ വേണ്ടിയിട്ടാണ് എന്ന്. ആ മ്യാവ് എന്ന് പറയുന്ന സൗണ്ട് കേട്ടോ, ആ സൗണ്ടിൽ അറിയാം എത്ര വിഷമമുണ്ട് ഹണിക്ക് ഈ ഒരു ബാഗിലിരിക്കാൻ എന്നുള്ളത്. പക്ഷെ ഈ ഒരു പോക്കിൽ ഒരു ട്വിസ്റ്റും കൂടെ ഉണ്ട്. ആ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ആദ്യം തന്നെ പോകുന്നത് ഹണിയുടെ ബോയ് ഫ്രണ്ട് റോളെക്സിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റോളെക്സ് താമസിക്കുന്നത് ഷാർജയിലാണ്. അപ്പോൾ നമുക്ക് ഓൺ ദ വേ റോളെക്സിനെ പിക്ക് ചെയ്യാം. രണ്ടുപേരെയും ഗ്രൂം ചെയ്യിപ്പിക്കാനും വാക്സിൻ എടുക്കാനുമാണ് നമ്മളിന്ന് പോകുന്നത്. സോ ഗൈസ്, ഇതാണ് നമ്മളുടെ ഹണിയുടെ വാക്സിനേഷൻ ബുക്ക്. അപ്പോൾ ഈ വാക്സിനേഷൻ ബുക്കിൽ ഫസ്റ്റത്തെ പേജിൽ നമുക്ക് കാണാൻ പറ്റും ഹണിയുടെ പേര്, കാര്യങ്ങൾ ഒക്കെയാണ്. അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹണിയുടെ ഓണറിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അതായത് എൻ്റെ പേരും ഫോൺ നമ്പറും ഇമെയിൽ ID യും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ ഇതിൽ വരുന്നത് ഹണിയുടെ ജനറൽ വാക്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും, അതായത് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ്, കാര്യങ്ങൾ ഒക്കെയാണ്. അടുത്ത പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാബിസിൻ്റെ, അതായത് ഹണിയുടെ റാബിസ് വാക്സിൻ എടുത്തിരിക്കുന്ന ഡേറ്റും എക്സ്പയറി ഡേറ്റും കാര്യങ്ങളും ഒക്കെയാണ്. പാരസൈറ്റ് വാക്സിൻ എടുത്തിരിക്കുന്ന ഡേറ്റും അതിൻ്റെ എക്സ്പയറി ഡേറ്റും കാര്യങ്ങളുമാണ്. പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും ഈ ബുക്കിലില്ല. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ ഒരു റെക്കോർഡ്സ്. പിന്നെ എന്തെങ്കിലും ഇൻ ബിറ്റ്വീൻ നമ്മൾ എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ റെക്കോർഡ്സും ഇതിനകത്ത് ഉണ്ടാവും. അപ്പോൾ ദുബായിൽ നമ്മളൊരു പെറ്റിനെ വളർത്തുന്നുണ്ടെങ്കിൽ ഈ ഒരു ബുക്ക് മസ്റ്റാണ്. ആ ഒരു പെറ്റിൻ്റെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ബുക്കിലുണ്ടാവും. അതിപ്പോൾ ഒരു പട്ടിക്കുട്ടി ആയിക്കോട്ടെ, പൂച്ചക്കുട്ടി ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. ഈ വരുന്നതാണ് നമ്മളുടെ റോലെക്സ്. സോ ഇതാണ് ഗൈസ് ഹണിയുടെ റോലെക്സ്, ഹണിയുടെ ബോയ് ഫ്രണ്ട് റോലെക്സ്. സോ രണ്ടുപേരും ഇന്നൊരുമിച്ച് വാക്സിൻ എടുക്കാനും കുളിക്കാനും നഖം വെട്ടാനും ഒക്കെ പോവാണ്. സോ നമുക്ക് നോക്കാം എന്താകും എന്നുള്ളത്. ഇൻ ബിറ്റ്വീൻ അവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യാനൊന്നും നിന്നില്ല. അവരുടെ പ്രൈവസിയിൽ നമ്മൾ ഇടപെടാൻ പാടില്ലല്ലോ. അങ്ങനെ ഫൈനലി ഞങ്ങൾ എത്തി. ഹണിനെ ബാഗിൽ നിന്ന് പുറത്തെടുത്ത് റോളക്സിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയപ്പോൾ ഹണിക്ക് റോളക്സിനോട് വലിയ മൈൻഡൊന്നുമില്ല. എന്താ ഇവർ കാറിലിരുന്ന് സംസാരിച്ചതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ രണ്ടുപേരും അത്യാവശ്യം നല്ല കലിപ്പിലായിരുന്നു. എന്തായാലും ആദ്യം തന്നെ നമ്മൾ റോളക്സിനെ വാക്സിൻ എടുക്കാൻ കയറ്റി. റോളക്സിൻ്റെ ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്തു. പിന്നെ റോളക്സിനെ ഡെൻറ്റിസ്റ്റിനെ കാണിച്ചു. ലാസ്റ്റ് റോളക്സിന് വാക്സിനും എടുത്തു. ഇഞ്ചക്ഷൻ എടുത്ത സമയത്ത് ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ഭാവത്തിലായിരുന്നു റോളക്സിൻ്റെ ഇരിപ്പ്. പക്ഷെ നഖം വെട്ടുന്ന സമയത്ത് റോളക്സ് ഇത്തിരി കലിപ്പുണ്ടാക്കി.
അങ്ങനെ റോളക്സിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മുടെ ഹണിയുടെ ടേണാണ്. അപ്പോൾ ഗൈസ്, ഞാൻ ഹണീനെ എടുത്തുകൊണ്ട് ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എനിക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ആദ്യം തന്നെ ഹണിയുടെ വെയിറ്റ് നോക്കി, അത് കഴിഞ്ഞിട്ട് ഹണിയുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്തു, പിന്നെ ഹണീനെ ഡെൻറ്റിസ്റ്റിനെ കാണിച്ചു, ലാസ്റ്റ് ഹണീനെ ഇഞ്ചക്ഷൻ കൊടുത്തു. ഹണി അതെ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ അറിഞ്ഞു പോലുമില്ല. ഈ സമയത്ത് ഞാനെങ്ങാനും ആയിരിക്കണം ഇഞ്ചക്ഷൻ്റെ സൂചി കണ്ട അപ്പം തന്നെ സ്ഥലം വിടും. ഇനി നമ്മൾ ഹണീനെ കുളിപ്പിക്കാൻ കൊണ്ടുപോവാണ്. കുളിക്കുന്നത് ഹണിക്ക് ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെ കുളിച്ചൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഹണി ബ്ലോ ഡ്രൈ ചെയ്യാൻ പോവാണ്. ബ്ലോ ഡ്രൈ ചെയ്യുന്നത് ഹണിക്ക് കുളിക്കണേനേക്കാളും ദേഷ്യമാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവർ നമ്മൾക്കൊരു ക്ലീൻ ബോക്സ് തന്നു. ജീവിതം തന്നെ മടുത്തു എന്ന രീതിയിൽ ഹണി ആ ബോക്സിലേക്ക് തനിയെ കയറിപ്പോയി. അങ്ങനെ ഗായ്സ്, ഹണി എല്ലാ പരിപാടിയും കഴിഞ്ഞ് നല്ല സുന്ദരി കുട്ടിയായി. ഇതിനെല്ലാത്തിനും കൂടെ നമ്മൾക്ക് ഏകദേശം 527 ദർഹം, നാട്ടിലത്തെ ഏകദേശം 12,000 റുപ്പീസാണ് ആയത്. പിന്നെ ഗായ്സ്, ഈ പിങ്ക് ബുക്ക് ഹണിയുടെയും ബ്ലൂ ബുക്ക് റോളക്സിൻ്റെ ആണ്. പെറ്റ് ബോയ് ആണെങ്കിൽ ബ്ലൂ ബുക്കും ഗേൾ ആണെങ്കിൽ പിങ്ക് ബുക്കും ആയിരിക്കും. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ബൈ ബൈ.